കുട്ടികളെയും കൊണ്ട് ധൈര്യമായിട്ട് വന്ന് കാണാവുന്ന സിനിമ. വയലൻസ് ഒന്നും കൊണ്ട് കാണിക്കുന്നതിനെക്കാട്ടിയും പിള്ളേരെല്ലാം കൊണ്ട് കാണിക്കുക. അവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. മനസ്സിൽ കുട്ടിത്തം സൂക്ഷിക്കുന്ന മുതിർന്നവർക്കും കാണാൻ പറ്റും. നമ്മൾ മനസ്സിൽ കുട്ടിത്തം വേണം, എന്നാലേ നമുക്ക് ഇഷ്ടപ്പെടും. എന്ന് പറയുമ്പോൾ ഈ വെക്കേഷനിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെല്ലാം കൊണ്ട് കാണിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് പാഡിങ്ടൺ. പാഡിങ്ടൺ നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും നമ്മുടെ മനസ്സിൽ കുട്ടിത്തം സൂക്ഷിക്കുന്ന മുതിർന്നവർക്കും കാണാൻ പറ്റും. നമ്മൾ മനസ്സിൽ കുട്ടിത്തം വേണം, എന്നാലേ നമുക്ക് ഇഷ്ടപ്പെടും. എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ഇങ്ങനെയുള്ള സിനിമകൾ വേണം കൊണ്ട് കാണിക്കാൻ. ഈ പറഞ്ഞ പോലെ അക്രമവും കത്തിക്കുത്തുകളുള്ള കാണിക്കുന്നതിനെക്കാട്ടിയും ഈ വെക്കേഷനിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളെല്ലാം കൊണ്ട് കാണിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് പാഡിങ്ടൺ. എന്ന് പറയുമ്പോൾ നേരത്തെ ഇതിൻ്റെ 2 ഭാഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മൂവിയാണ്. ആക്ഷനുണ്ട്, ആക്ഷൻ മൂവിയാണ്, പിന്നെ കോമഡി മൂവിയാണ്, പിന്നെ എന്താ പറയുക, വളരെ നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും മുതിർന്നവർക്ക് എന്തുകൊണ്ട് വന്ന് കണ്ടുകൂടാ? പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെയും കൂട്ടി വന്ന് കാണുമ്പോൾ നമ്മളും കൂടെ കാണുമല്ലോ. അങ്ങനെയുള്ളത് വേണം കാണാൻ. ഈ പറഞ്ഞ പോലെ മറ്റേതൊക്കെ നമ്മൾ വയലൻസൊക്കെ കണ്ട് നമ്മുടെ മനസ്സൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അസ്വസ്ഥമാവും. നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ മനസ്സ് അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വയലൻസ് സിനിമകളൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ നമ്മളൊരു വെക്കേഷൻ സമയത്ത് കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വെറും കാർട്ടൂണല്ല, ഇത് അനിമേഷനല്ല. അപ്പോൾ ശരിക്കും നമ്മളൊരു ഒറിജിനൽ ആയിട്ട് തന്നെ തോന്നും. പിന്നെ നമ്മുടെ ഹോളിവുഡിലെ പ്രമുഖ ആക്ടേഴ്സൊക്കെയാണ് ഇതിൽ ഡബ് ചെയ്തിട്ടുള്ളതും. അവരൊക്കെ ഒന്നും കാണാതെ ഒരു പാഷനായിട്ട് അവരിതിൽ ഡബ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് നടന്മാരും നടിമാരും ഈ അനിമേഷൻ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഡബ് ചെയ്യുന്നുണ്ട്. ഇത് ചിരിക്കാനുണ്ട്, അഡ്വഞ്ചർ മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്. നമ്മൾ സാധാരണ മനുഷ്യന്മാർ അഭിനയിക്കുന്ന അതിൽ കാണുന്ന എലമെൻറ്റ്സ് എല്ലാം ഈ സിനിമയിലും കാണാൻ പറ്റും. ഇതിൽ ആകർഷിച്ചെന്ന് പറഞ്ഞാൽ അതിൽ തമാശയുണ്ട്. നമ്മൾ കുടുകൂടെ ചിരിപ്പിക്കുന്ന പിള്ളേരൊക്കെ ഉറപ്പായിട്ടും ഇവിടെ വീണ് കിടന്ന് ചിരിക്കുമെന്ന് തന്നെ തോന്നുന്നു. അത്രയ്ക്ക് ഇപ്പോൾ കണ്ടപ്പോഴും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അത് എല്ലാവർക്കും വളരെ എൻജോയ് ചെയ്യുന്ന ആക്ഷനുണ്ട്. പിന്നെ സ്റ്റണ്ട്, മനുഷ്യന്മാർ സ്റ്റണ്ട് ചെയ്യുന്നതിനെക്കാട്ടി ഇത് കാണിക്കുമ്പം കുറച്ചുകൂടെ ഒരു ചിരിയും വരും. വളരെ രസകരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഒരു ബോറിംഗ് അല്ല. തുടക്കം മുതൽ ഒടുക്കം വരെയും നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. മെസ്സേജ് അങ്ങനെ പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നുമല്ല. ഇതൊരു കാണാതായ ഒരാളിനെ ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഇതായിട്ടാണ്. കാടും അല്ലാത്ത നമ്മുടെ നോർമലി ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഇതിൽ കാണിക്കുന്നത്. അതായത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ നല്ല സിനിമാറ്റോഗ്രഫി ഉണ്ട്. പിന്നെ അനിമേഷനാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. നല്ലൊരു മൂവിയാണ്. കുട്ടികളെയും കൊണ്ട് ധൈര്യമായിട്ട് വന്ന് കാണാവുന്ന സിനിമ. നമ്മൾ ഈ വയലൻസ് ഒന്നും കൊണ്ട് കാണിക്കുന്നതിനെക്കാട്ടിയും പിള്ളേരെല്ലാം കൊണ്ട് കാണിക്കുക. അവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. നല്ലൊരു മൂവിയാണ്.